പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഓട്ടോ ഡ്രൈവറായ ബിജുവാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശബ്ദം കേട്ട് ഉണർന്ന ബിജു വീടിന് പരിസര പ്രദേശത്ത് പരിശോധിച്ചപ്പോൾ ആണ് കാട്ടാനയെ കണ്ടത്. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാട്ടാനയെ തുരത്തുവാനുള്ള ശ്രമത്തിനിടയിൽ ആണ് ബിജു കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമണങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സർക്കാരിനോട് എന്ത് നടപടിയെടുത്തു എന്ന് തുടർച്ചയായി ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും അധികൃതർക്ക് കൃത്യമായ നിലപാടുകളിലേക്കോ നടപടികളിലേക്കോ പോകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു ഇരയായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട തുലാപ്പള്ളിയിലെ 52 വയസ്സുകാരനായ ബിജു എന്ന ഓട്ടോ ഡ്രൈവർ. ഇന്ന് പുലർച്ചെയാണ് ബിജു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിയിരുന്നു. ബിജുവിൻ്റെ മരണത്തിൽ വ്യാപകമായ പ്രതിഷേധം ആണ് ഉയർന്നത്. പക്ഷേ ബിജുവിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഒപ്പം ബന്ധുക്കളിൽ ഒരാൾക്ക് ജോലി ഉൾപ്പെടെയുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പ്രതിഷേധങ്ങൾ ശമിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഇപ്പോൾ ഈ മൃതദേഹം എവിടെയാണുള്ളത്? മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അഭിലാഷം, മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. എന്തായാലും വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബിജു കൊല്ലപ്പെടുന്നത്. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഈ ബിജുവിന്റെ പുരയിടത്തിൽ കാട്ടാന എത്തുകയും തുടർന്ന് രാത്രിയിൽ ബിജുവും ഭാര്യ ഡെയ്സിയും ഈ കാട്ടാനെ തുരത്താൻ വെളിയിൽ ഇറങ്ങുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ബിജു കൊല്ലപ്പെടുന്നത്. ഏതായാലും പ്രദേശത്ത് നിരവധി ആളുകളുടെ വീടുകളിലും സ്ഥലങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ കാട്ടാന എത്തുകയും ഈ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ച് വലിയൊരു പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. കാരണം പ്രശ്നത്തിന് പരിഹാരം കാണാതെ മൃതദേഹം വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ ഇന്നലെ സംഘടിച്ച് പ്രദേശത്തിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും അതുപോലെ തന്നെ എസ് പി അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തുകയും നാട്ടുകാരുമായും ബന്ധുക്കളുമായും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിക്കുകയും മകന് ജോലി നൽകുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുത്തത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം അവിടെ ശക്തമാണ്. ഇന്ന് അല്പസമയത്തിനും തന്നെ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിയും MP-യുമായ ആന്റോ ആന്റണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ ആന്റോ ആന്റണിയും അതുപോലെ തന്നെ പ്രവർത്തകരും ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് ഉണ്ടാകുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണുള്ളത്. കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ടാകുന്നു. പുലിയുടെയും കാട്ടുപോത്തിന്റെയും അതുപോലെ തന്നെ കുരങ്ങടക്കമുള്ള വന്യമൃഗ ശല്യങ്ങൾ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം കാർഷിക വിളകൾ തുടർച്ചയായി. അതായത് ഈ ശശിനാരായണൻ, ഈ തുലാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം ഇത്തരത്തിൽ വന്യമൃഗ ജീവികളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ? അഭിലാഷ, ഈ തുലാപ്പള്ളി ശബരിമല വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തൊട്ടടുത്ത് 1 കിലോമീറ്റർ തൊട്ടടുത്ത് എരുമേലി ഭാഗത്ത് 2 കർഷകർ മരണമടഞ്ഞത്. അതിനോട് ചേർന്ന 1 കിലോമീറ്റർ അപ്പുറമാണ് ഇപ്പോൾ ബിജുവിന്റെ വീടുള്ളത്. ബിജുവും ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. തുടർച്ചയായി കാട്ടാന ഈ പ്രദേശത്ത് സ്ഥലങ്ങളിൽ എത്തുന്നു എന്നുള്ള ഒരു പരാതി ഈ നാട്ടുകാർക്കുണ്ട്. 60 വർഷമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് ഇത്. പലപ്പോഴും ഫോറസ്റ്റുകാരോടും വനപാലകരോടും പറഞ്ഞാൽ നിയമപരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ തടസ്സപ്പെടുത്തുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കാരണം ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും കിടങ്ങൾ തീർക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഫോറസ്റ്റ് അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർക്കുണ്ട്. അത്തരത്തിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ട്. ജനങ്ങളുടെ വലിയൊരു പരാതി ഈ പ്രദേശത്തുണ്ട് വന്യമൃഗങ്ങളെ സംബന്ധിച്ച്. അത് പരിഹരിക്കുന്ന കാര്യത്തിൽ വനപാലകർ തികച്ചും നിസ്സഹായരാണ് എന്ന് വേണം പറയാൻ. കാരണം നടപടി എടുക്കുന്ന കാര്യത്തിൽ വനപാലകർ കഴിയുന്നില്ല. നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു കർഷകന്റെ ഒരു ജീവൻ ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓട്ടോ ഡ്രൈവറാണ് ബിജു, ഒരു കർഷകൻ കൂടിയാണ്. എന്തായാലും ഇന്നലെ രാത്രി ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകും. കാരണം ബിജുവും ഭാര്യയും കൂടാണ് ഇറങ്ങിയത്. ഭാര്യ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരും കൊല്ലപ്പെടുമായിരുന്നു. ഇത്തരത്തിൽ
വലിയ ഒരു ദാരുണ അതായത് സംഭവത്തിനാണ് ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ബിജുവിന് നേരെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ. അഭിലാഷ്, അത് തന്നെയാണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങുകയും ഈ കാട്ടാനെ തുരത്താൻ ബിജു ശ്രമിക്കുകയും ഹെഡ്ലൈറ്റ് ബിജു വെച്ചിരുന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ വെളിച്ചമുള്ള ഭാഗത്തേക്ക് കാട്ടാന ഈ തെങ്ങ് മറിച്ചിടുന്നതിനിടയിൽ നേരിട്ട് എത്തുകയായിരുന്നു. തുടർന്നാണ് ബിജുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ബിജു വീഴുന്ന സമയത്ത് ഭാര്യ ഡെയ്സി ഓടി രക്ഷപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ഈ ഡെയ്സിയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും അത്ഭുതകരമായിട്ടാണ് ഡെയ്സി രക്ഷപ്പെട്ടത്. പിന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ കാട്ടാനെ തുരത്തി വനത്തിലേക്ക് ഓടിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഈ കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം പല ആളുകളുടെ പുരയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയതായി കർഷകർ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പ്രദേശവാസികൾ താമസിക്കുന്നത്. കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം വനമേഖലയായതുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങൾ തുടർച്ചയായി എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അതിന് പരിഹാരമായി ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഈ ജണ്ട ഇട്ട് തിരിച്ചിരിക്കുന്ന വനാതിർത്തി തിരിച്ചിരിക്കുന്ന ഭാഗത്ത് കിടങ്ങളോ കുഴിച്ച് കൃഷി സ്ഥലങ്ങളും സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വനപാലകർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും ഇന്നലെ ജില്ലാ കളക്ടർ സ്ഥലത്ത് രാത്രി തന്നെ ഒന്നരയ്ക്ക് സംഭവം നടന്നതിന് ശേഷം ഒരു 2 മണിയോടുകൂടി തന്നെ ജില്ലാ കളക്ടറും SP അടക്കം സ്ഥലത്തെത്തുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തര ഇടപെടൽ ഉണ്ടായതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇതിന് പ്രശ്നം പരിഹരിച്ച് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. കാരണം ബിജുവിന്റെ മകൻ വിദേശത്താണുള്ളത്. മകനൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര നടപടികൾ ഉണ്ടാവുക. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിലുണ്ട്. അവർ അല്പസമയത്തിനും തന്നെ കണമല ഈ സ്റ്റേഷന്റെ ഈ ബിജുവിന്റെ താമസിക്കുന്ന സ്ഥലത്തിന്റെ സ്റ്റേഷൻ പരിധിയായ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നാട്ടുകാർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ തുടരും. ഇപ്പോഴും ആന്റോ ആന്റണി MP യുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഫോറസ്റ്റ് ഓഫീസിലുണ്ട്. ആന്റോ ആന്റണിയും ചില പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അഭിലാഷ്, സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രി തന്നെ വലിയ സംഘർഷ സാധ്യതയാണുള്ളത്. കാരണം നാട്ടുകാർ ഈ ഒരു കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. കാരണം മൃതദേഹം വിട്ടുകൊടുക്കില്ല. കാരണം തുടർച്ചയായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പിനോ സർക്കാരിനോ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മൃതദേഹം വിട്ടുകൊടുക്കില്ല, ഇതിനൊരു പരിഹാരം കാണാതെ വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു നാട്ടുകാർ. അത്തരത്തിലൊരു പ്രതിഷേധവും ഒരു സംഘർഷ സാധ്യത തന്നെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഡയറക്ടറുടെ കൂടുതൽ പോലീസും വനപാലകരും സ്ഥലത്തെത്തി നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അനുനയിപ്പിക്കുകയും ഒപ്പം ഈ നഷ്ടപരിഹാരമായ തുക അടിയന്തരമായി പ്രഖ്യാപിക്കുകയുണ്ടായത്. സർക്കാരുമായി ആലോചിച്ച് ജില്ലാ കളക്ടർ അടിയന്തരമായി പ്രഖ്യാപിക്കാനുണ്ടായത് 10 ലക്ഷം രൂപ ബിജുവിന്റെ കുടുംബത്തിന് നൽകാമെന്ന് ഉറപ്പ് നൽകുകയും മകന് ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2 കാര്യങ്ങൾ ഉറപ്പ് നൽകിയ ശേഷമാണ് നാട്ടുകാർ ശാന്തരായത്. അതിനുശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായും മറ്റ് കാര്യങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറായത്. എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം, കാരണം തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, വനാതിർത്തി താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിൽ സർക്കാർ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധ സൂചകമായി ഇന്ന് ഈ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ആരംഭിക്കും. MP സ്ഥലത്തെത്തിയിട്ടുണ്ട്. MP ഇന്ന് അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഈ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേരും. നാട്ടുകാർ നേരിടുന്ന വലിയൊരു 60 വർഷക്കാലമായി കുടിയേറ്റ അതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. ശശിനാരായണൻ, ഇപ്പോൾ സ്ഥലം MP ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡോ, ഇപ്പോൾ റാന്നി MLA പ്രമോദ് നാരായണൻ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. MLA, ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ കാലങ്ങളായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണിത് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നത്. 1 വർഷം മുമ്പ് ഏതാണ്ട് 1 കിലോമീറ്റർ മാറി ഇത്തരത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് തന്നെ 2 പേർ മരണപ്പെടേണ്ടതായിരുന്നു. ഭാര്യ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് നൽകുന്ന ഇൻപുട്ടുകൾ. ഇതിനൊരു പരിഹാരം എന്നത് അത്രമേൽ പ്രയാസകരമാണോ? ഇവിടെ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റാന്നിയുടെ വനമേഖലയിൽ മാത്രമല്ല, കേരളത്തിന്റെ മലയോര മേഖലയിലാകെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തും അവ രണ്ടും അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ആളുകൾ കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ നമുക്ക് ഇക്കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അത് പക്ഷെ ഒരു ദുരന്തത്തിന്റെ ഘട്ടത്തിൽ അല്ല അത് ചിന്തിക്കേണ്ടതെങ്കിൽ പോലും അതിന്റെ ശാശ്വതമായ പരിഹാരം നമുക്കെല്ലാം അറിയാം. ആനയാണെങ്കിലും കടുവയും പുലിയും പോലുള്ള മൃഗങ്ങളെ നമുക്ക് ഇറങ്ങുന്നതിന് ശാശ്വതമായ പരിഹാരം 1972 വന്യജീവി നിയമത്തിന്റെ ഭേദഗതിയാണ്.
അത് കേരളം ശക്തമായി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറിയ പക്ഷെ പരിഹാരം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ പഴിചാരലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും സമയമല്ല. കാരണം ഞാൻ ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, ദുരന്തമുണ്ടായ വീട്ടിലാണ്. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ 1:30 ആയപ്പോൾ ബിജു എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡെയ്സിയും എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള കുടുംബം കൂടിയാണ്. സാധാരണ വെറും പാവങ്ങളാണ്, കർഷക കുടുംബമാണ്. രാത്രിയിൽ ആന വന്ന് ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഭാര്യയും ഒരുമിച്ച് ചെന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് പാഞ്ഞെടുത്ത ആന തുമ്പിക്കേക്ക് ചുഴറ്റിയെറിയുകയായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ കുടുംബത്തിനൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുക എന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ആ കുടുംബത്തിന്റെ സഹായം ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശ്രമിക്കുകയാണ്. ഇതിലെ സഹധർമ്മിണി ഹൃദ്രോഗത്തിന് ചികിത്സ കൂടി തേടുന്ന ആളാണ്. അപ്പോൾ സാധാരണ സർക്കാർ നൽകുന്ന സഹായം പോരാ എന്ന ആവശ്യം വനമന്ത്രിയോടും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജിനോടും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ കുടുംബത്തിനൊപ്പം അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഇതിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത്. തീർച്ചയായും താങ്കൾ ആ വീട്ടിലായതുകൊണ്ട് മറ്റു ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഇപ്പോൾ 10 ലക്ഷം രൂപയാണോ അടിയന്തരമായി സഹായം നൽകുന്നത്? ഇപ്പം നമുക്ക് നൽകാൻ കഴിയുന്നത് 10 ലക്ഷം രൂപയാണ്. അതുടനെ കൈമാറും. ഉടൻ തന്നെ ഇന്ന് തന്നെ കൈമാറണമെന്ന് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ തഹസിൽദാരുടെ റിപ്പോർട്ട് രാവിലെ 10 മണിക്ക് മുമ്പ് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള നിർദ്ദേശം DFOയോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, കൂടുതൽ സഹായം ഈ കുടുംബത്തിന് വേണം. ഒപ്പം ഇവിടുത്തെ ആളുകൾ ഭയചകിതരാണ്, ഭീതിയിലാണ്. ഈ ആനയെ തുരത്തി ഉൾവനത്തിലേക്ക്, വനത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു 100 മീറ്റർ മാറിയാൽ, ഈ വീട്ടിൽ 100 മീറ്റർ മാറിയാൽ വനമാണ്. അപ്പോൾ അത് ആനയെ തുരത്തുക, വീണ്ടും ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള രാത്രികാല പട്രോളിങ്ങും മറ്റ് വനം വകുപ്പിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരങ്ങ് പറഞ്ഞതുപോലെയുള്ള ശാശ്വതമായ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത്തരമൊരു ചർച്ച ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അക്കാര്യങ്ങളിലേക്ക് പോകുന്നത് ഔചിത്യമല്ല എന്ന് അങ്ങേക്ക്. ഒരു കാര്യം കൂടി, ബിജുവിന്റെ ഭാര്യയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? ഇപ്പോ ഞാൻ ഡെസി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഹൃദ്രോഗത്തിന് ചികിത്സ ഇന്ന് യഥാർത്ഥ ചെക്കപ്പിന് പോകേണ്ട ദിവസം കൂടിയായിരുന്നു. നിലവിൽ ഇപ്പോ അതെ ഇപ്പോ ഒരു സെറ്റിൽഡ് ആണ്, ഹെൽത്ത് വൈസ് സെറ്റിൽഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ചികിത്സ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കുടുംബാംഗത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്ന തരത്തിൽ ഉറപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് ഞാൻ അത്തരം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പറയുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ MLA എന്ന തരത്തിൽ ആവശ്യപ്പെടും. നമ്മുടെ തന്നെ ഒരു പൊതു ആവശ്യമായ കാര്യം തീർച്ചയായും ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. ശരി, വളരെ നന്ദി ശ്രീ പ്രമോദ് നാരായണൻ. അദ്ദേഹം മരണപ്പെട്ട ബിജുവിൻ്റെ വസതിയിലാണ്. അതുകൊണ്ട് മറ്റ് ചോദ്യങ്ങളിലേക്ക്, രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് പോകുന്നത് ഔചിത്യമല്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനടക്കം ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതുണ്ട്. കാരണം വന്യജീവി ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. പലപ്പോഴും ഇത്തരം വാർത്തകൾ, കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ, പന്നി ഉൾപ്പെടെ പുലിയും കടുവയും അടക്കമുള്ള വന്യജീവികൾ ഒക്കെ പരിസരവാസികളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, നേരത്തെ MLA അടക്കം പ്രതികരിക്കുമ്പോൾ കാര്യമായ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. ഇത്തരത്തിൽ ഈ ധനസഹായം നൽകുക, കുടുംബാംഗങ്ങൾക്ക് ജോലി പോലെയുള്ളവ, അത് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്നതുകൊണ്ട് സർക്കാരിന് അങ്ങനെ ഒരു വാഗ്ദാനം ഈ ഘട്ടത്തിൽ നൽകാനാവില്ല. പക്ഷേ അത് പരിഗണിക്കാമെന്ന് സ്ഥലം MLA തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും ശാശ്വതമായൊരു പരിഹാരം ഈ വനാതിർത്തിയിലുള്ളവർക്കുണ്ടാകില്ല എന്ന് വേണമല്ലോ നമുക്ക് വായിച്ചെടുക്കാൻ. അഭിലാഷ്, അത്തരം തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം കേന്ദ്ര നിയമത്തിന്റെയും വന നിയമത്തിന്റെയൊക്കെ നൂലാമാലകളാണ് ഈ ഒരു കാര്യത്തിലുള്ള ഒരു പ്രധാന വിഷയമായി ഈ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ ഉന്നയിക്കുന്ന പ്രധാന ഘടകം. കാരണം അത്തരം കാര്യങ്ങൾ എടുക്കുന്നതിന് ചില നയപരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ വനപാലകർ പറയുന്നത്. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വലിയ ദുരിതമായ ഒരു അവസ്ഥയാണ്. കാരണം കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്, പൂർണ്ണമായും കർഷകരാണ് ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ. അവർ കാർഷിക വിളകൾ നട്ട് അത് വിറ്റും ഒക്കെ അതിൽ നിന്നും ഉള്ള വരുമാനത്തിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് അത്തരത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. കാർഷിക വിളകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നു. അത് പുലിയായാലും ആനയായാലും അതുപോലെ തന്നെ കാട്ടുപോത്തായാലും കൃഷിയിടങ്ങളിൽ ദിവസവും എത്തി ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കുന്നു. ഒപ്പം ജനങ്ങളുടെ ജീവന് കൂടി ഭീഷണിയാവുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് നമ്മളിത് ഗൗരവമായി കാണുന്നത്. ഈ കർഷകർ ഇപ്പോൾ തന്നെ ആ പ്രദേശത്ത് തന്നെ 3 പേരാണ് സമാനമായ രീതിയിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ബിജു കൊല്ലപ്പെടുന്നു. അതുകൂടാതെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ കഴിഞ്ഞ വർഷമാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ 2-3 പേര് ഈ അടുത്ത സമയങ്ങളിൽ തന്നെ ഈ പ്രദേശത്ത് ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഭീതിയുടെ നിഴലിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ താമസിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഇത് കാണണം. കാരണം
ഈ വനത്തോട് ചേർന്ന പ്രദേശത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയായാലും വന്യമൃഗങ്ങളായാലും പെട്ടെന്ന് കൃഷിയിടങ്ങളിൽ എത്താൻ കഴിയും. അതുപോലെ വനാതിർത്തിയോട് ചേർന്ന് പ്രായോഗിക തലത്തിൽ ഈ കിടങ്ങുകൾ സ്ഥാപിക്കുക എന്നൊരു സംവിധാനം കൂടിയുണ്ട്. ഇതും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ പ്രദേശവാസികൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇത് രണ്ടും ചെയ്താൽ ഒരു പക്ഷേ ഒരു പരിധി വരെ ഈ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ എത്തുന്നതിനും ഈ ആളുകളുടെ ജീവൻ അപകരിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും പരാജയപ്പെട്ട ഒരു സാഹചര്യം ഈ വനപാലകരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ അവർ പറയുന്ന ചില നിയമ തടസ്സങ്ങളും കുരുക്കുകളും ഒക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ആളുകൾ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ആളുകൾക്ക് ജീവിക്കണം, അവരെ കുടുംബമായ 60 വർഷമായി താമസിക്കുന്ന പ്രദേശമാണ്. ആ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം പ്രദേശത്തുണ്ടാകുന്നു. ഇത് പരിഹരിക്കാനൊരു അടിയന്തര നടപടി ഉണ്ടാകണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ. അതിന്റെ ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിജുവിന്റെ മൃതദേഹം ആദ്യഘട്ടത്തിൽ രാത്രിയിൽ തന്നെ ഇവിടുന്ന് മാറ്റുന്നതിനുള്ള വനപാലകരും അതുപോലെ തന്നെ ഈ പോലീസും ഒക്കെ എത്തിയിട്ട് പോലും മാറ്റാൻ ആളുകൾ തയ്യാറായില്ല. തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് ഇത്തരമൊരു കാര്യം ആ കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജനങ്ങൾ ഈ പ്രതിഷേധം മാറി ഈ മൃതദേഹം പിന്നീടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം ശക്തമാണ്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കണമന ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി ആന്റണി MP ഇപ്പോൾ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിഷേധം ഈ പ്രദേശത്തുണ്ട്. ഒരു ശാശ്വത പരിഹാരം ഇനിയും ഈ വിഷയത്തിൽ അകലെയാണ്. അഭിലാഷ്, പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ആണ് കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ബിജു 52 വയസ്സുള്ള ബിജു മരണപ്പെട്ടത്. ഇപ്പോൾ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്ഥലം MP, സ്ഥലം MLA ഉൾപ്പെടെ ഉള്ളവർ ഒക്കെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യവുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശശിനാരായണൻ, പത്തനംതിട്ടയിൽ നിന്ന്.